രാജ്യം 80ാം സ്വാതന്ത്ര്യദിനാഘോഷ നിറവിലേക്ക് കടക്കുമ്പോൾ ദേശീയതയുടെ സന്ദേശവുമായി രാജ്യ തലസ്ഥാനത്ത് വർണ്ണാഭമായ ഹർ ഘർ തിരങ്ക ചിത്രകലാ പ്രദർശനം നടക്കുകയാണ്. ന്യൂഡൽഹി മുനിസിപ്പൽ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ജനപത് സബ്വേ ആർട്ട് ഗാലറിയിലാണ് ഹർ ഘർ തിരങ്ക 2026 ആർട്ട് എക്സിബിഷനും ലൈവ് പെയിന്റിംഗ് വർക്ക്ഷോപ്പും ആരംഭിച്ചിട്ടുള്ളത്. ത്രിവർണ്ണ പതാകയുടെ നിറങ്ങൾ ചാലിച്ചുകൊണ്ടുള്ള പെയിന്റിങ്ങുകളിലൂടെ കലാകാരന്മാർ രാജ്യത്തോടുള്ള സ്വാഭിമാനം വരച്ചുകാട്ടുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹർ ഘർ തിരങ്ക വികസിത് ഭാരത് എന്നീ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് NDMC ചിത്രകലാ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. കനോട്ട് പ്ലേസിലെ തിരക്കേറിയ ജൻപത് സബ്വേയെ സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റിയ പ്രദർശനം 10 ദിവസം നീണ്ടു നിൽക്കും. ഇങ്ങനെയൊരു അവസരമുണ്ട്. ഒക്കെ കലാകാരന്മാരെ ഇന്ത്യൻ കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യുക, ഭാരതത്തെ പ്രൊമോട്ട് ചെയ്യുക എന്നത് ഉപരി എനിക്ക് കേരളത്തിൽ നിന്ന് ഒരു അവസരം കിട്ടി എന്നതിലും വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ ഒരു എക്സിബിഷനിൽ പങ്കെടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ജന്മസുകൃതം എന്ന് ഞാൻ കരുതുന്നു. പ്രമുഖ കലാകാരന്മാരുടെ 100ലധികം പെയിന്റിങ്ങുകളും ശില്പങ്ങളുമാണ് ഇവിടെ എക്സിബിഷനായി വെച്ചിരിക്കുന്നത്. ഭാരതത്തിന്റെ പാരമ്പര്യം, സ്വാതന്ത്ര്യ സമരം, വൈവിധ്യങ്ങളിലെ ഏകത്വം എന്നിവയാണ് ചിത്രങ്ങളുടെ പ്രമേയം. ഇതോടൊപ്പമുള്ള ലൈവ് പെയിന്റിംഗ് വർക്ക്ഷോപ്പിൽ ത്രിവർണ്ണ പതാകയുടെ നിറങ്ങൾ മാത്രം ഉപയോഗിച്ച് ചിത്രങ്ങൾ വരയ്ക്കുന്ന കലാകാരന്മാരുടെ പ്രകടനം കാണികളെ ഏറെ ആകർഷിക്കുന്നു. मोदी जी का विजन था कि जो आज़ादी का अमृत जो महोत्सव जो चल रहा है उस काल में हर घर के ऊपर तिरंगा होना चाहिए ताकि देशभक्ति की भावना जो है वो ज़्यादा लोगों के अंदर आ सके। ये इसके दौरान हमने एक आर्ट एग्जीबिशन यहाँ पे लगाई है। NMC और नव सिद्धार्थ आर्ट ग्रुप के तहत दोनों ने मिलकर कोलैबोरेशन में एक शो किया गया है। ये जो है സാമ്പത്തിക വളർച്ച മാത്രമല്ല, സാംസ്കാരിക ബോധവും ദേശീയ അഭിമാനവുമാണ് ഒരു വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്ന സന്ദേശമാണ് ഈ പ്രദർശനം നൽകുന്നത്. 20 വരെയാണ് ഡൽഹി ജൻപത് സബ്വേയിൽ പൊതുജനങ്ങൾക്കായി ഈ കലാപ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. ജനം, ഡൽഹി.